ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വാനിയമോളും ചെറിയൊരു യാത്രയിലാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ വാനിയമോളുടെ ആഗ്രഹപ്രകാരം ഈ ഒരു ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ പനംകുറ്റിച്ചിറ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും പിന്നെ ബർത്ത്ഡേക്ക് ഫുഡ് തയ്യാറാക്കാനുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിക്കണം. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം വാനിയമോളുടെ ആഗ്രഹപ്രകാരം തന്നെ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവളത് കുറച്ച് നേരം വീർപ്പിച്ച് പിന്നെ തന്നെത്താൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് ഇങ്ങനെ വെറുതെ കാറ്റും കൊണ്ട് മഴയൊക്കെ കണ്ട് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ കളിക്കുന്നത് കണ്ടപ്പോൾ അവൾ ആ ഒരു സന്തോഷം വീഡിയോയിലോട്ട് പകർത്തിയെന്നേ ഉള്ളൂ. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും അത് ഓർത്ത് വെച്ച് ജനുവരി മാസം മുതൽ എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അവൾ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അവളുടെ ആഗ്രഹപ്രകാരം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. അത് അവളുടെ ഒരു സന്തോഷം കൂടിയാണല്ലോ. അപ്പോൾ മുൻപത്തെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന്. എന്നാൽ ഇതിപ്പോൾ യുവാനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സന്തോഷം കൂടി ആ വീഡിയോയിലോട്ട് പകർത്തുന്നു എന്നുള്ളൂ. അങ്ങനെ യുവാനിയെ തന്നെ പറഞ്ഞ 2 കളറുള്ള ബലൂൺ ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറേയൊക്കെ അവൾ വീർപ്പിച്ചു. പിന്നെ അവൾ വരുന്നതിന് മുമ്പ് ബാക്കിയുള്ളതും കൂടി ഞാൻ വീർപ്പിച്ച് അവിടെ വെച്ചതാണ്. ഇനിയിപ്പോൾ എല്ലാം കൂടി വീർപ്പിച്ച് അവൾ കഷ്ടപ്പെടണ്ടെന്ന് കരുതി അതൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ബലൂണൊക്കെ വെച്ച് കളികളും കാര്യങ്ങളൊക്കെ ആയി. ബാക്കി ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കുറച്ച് സാധനം കൂടി ഞാൻ വാങ്ങിച്ച് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടുമിക്കതും അവൾ തന്നെയാണ് വീർപ്പിച്ചതും സെറ്റാക്കിയതും. പിന്നെ അവൾ കാണാതെ കുറച്ചൊക്കെ ഞാൻ വീർപ്പിച്ച് വെച്ചതേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഈ ഒരു ബർത്ത്ഡേ എങ്ങനെ നടത്തണമെന്നുള്ള അവളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ കൂടി എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആഗ്രഹങ്ങൾക്കൊത്ത് തന്നെ എല്ലാവിധ കാര്യങ്ങളും കുറച്ചൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു തരണമെന്നും ഒരു ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അവളുടെ കാശ് കൊടുക്കലെ കാശ് എടുത്തിട്ടാണ് അവൾ ആ ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത്. അതും വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യമായിരുന്നു. എൻ്റെ ഈ ബർത്ത്ഡേയുടെ ഡേറ്റ് നോക്കിയിരിക്കുകയും എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എന്തിട്ടാണ്, എനിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഫുഡ് എന്തിട്ടാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തിട്ടാണ് എന്ന് ചോദിച്ച് എൻ്റെ പിന്നാലെ നടന്ന ആദ്യത്തെ ആളാണ് കേട്ടോ ഈ വാനിയമോൾ. ഇത്രയും കാലത്ത് എൻ്റെ ജീവിതത്തിൽ എന്നോട് എൻ്റെ ഇഷ്ടം ചോദിച്ച ഒരാളുണ്ടായിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട കളറുകളോ ഫുഡോ എന്താണ് എൻ്റെ ഇഷ്ടം എന്ന് ചോദിച്ചൊരു വ്യക്തി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വാനിയമോൾ ആദ്യമായിട്ട് എന്നോട് എൻ്റെ ഇഷ്ടം എന്തിട്ടാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാനായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ തന്നെ തിരിച്ചറിയുന്നത്, ഞാൻ ആലോചിക്കുന്നത് എന്താണ് എൻ്റെ ഇഷ്ടം, എന്താണ് എനിക്കിഷ്ടപ്പെട്ട ഫുഡ്, എന്താണ് എനിക്കിഷ്ടപ്പെട്ട കളർ. ആ ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ കാരണം വാനിയമോളുടെ ആ ചോദ്യങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ച് പിന്നെ അവളുടെ കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങളത് രാത്രിയായപ്പോൾ താഴത്തെ റൂമിൽ വന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവൾ ഇതായി ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ കാലത്ത് ഫസ്റ്റ് അമ്മ അത് കാണണം, എവിടെ വെച്ചാലും അമ്മ അത് കാണാം എന്ന് ചോദിച്ചതിൻ്റെ പിന്നാലെ നടന്ന് അതെവിടെ വെക്കേണ്ടതെന്നുള്ളത് ഇങ്ങനെ നോക്കി നടക്കായിരുന്നു. അതുപോലെ മറ്റ് ബലൂണൊക്കെ അവിടെ ഒട്ടിക്കാം ഇവിടെ ഒട്ടിക്കാം എന്നുള്ള ഒരുപാട് 100 അഭിപ്രായങ്ങളും പറഞ്ഞ് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കായിരുന്നു. എല്ലാ പ്രാവശ്യവും നമ്മൾ ബിരിയാണിയാണ് തയ്യാറാക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പച്ചക്കറി സദ്യ തയ്യാറാക്കാമെന്ന് കരുതി. ഓണത്തിന് മുമ്പ് തന്നെ ഒരു സദ്യ കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ബലൂണും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ കറികളും തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാളികേരമൊക്കെ ചെറുകി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു. അപ്പോൾ കാലത്ത് നമ്മൾ വെള്ളയപ്പം തയ്യാറാക്കി, വെള്ളയപ്പം മിക്സ്ഡ് കറിയും തയ്യാറാക്കി അതാണ് കഴിച്ചത്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല ചൂട് ചോറ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ കാളൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു തോരൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മൾ അവിയലാണ് തയ്യാറാക്കിയിരിക്കുന്നത്, പച്ചടി, അതുപോലെ അച്ചാർ, ഇഞ്ചമ്പുളി, പപ്പടം, പിന്നെ പിങ്ക് പാലട പ്രഥമൻ, സാമ്പാർ. അപ്പോൾ ഈ കറികളുടെ എല്ലാം വീഡിയോ നമ്മൾ ഓൾറെഡി ഓണസദ്യയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ പപ്പടവും കൂടി കാച്ചി നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. കേക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് വൈകുന്നേരം ഹൈലൈറ്റ് മാളിൽ പോകാമെന്ന് കരുതി. അവിടെ നിന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു കേക്കോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടില്ല. സാധാരണ കേക്ക് നമ്മൾ തയ്യാറാക്കാറാണ് പതിവ്. ഈ പ്രാവശ്യം തയ്യാറാക്കേണ്ട അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചോറൊക്കെ നല്ല ചൂട് ആവി പറക്കണ ചോറ് ഞാൻ ഇലയിൽ വിളമ്പിയെടുത്താണ്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും അതുപോലെ തന്നെ ബീൻസിൻ്റെ തോരനുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റ് ആയിട്ട് ഇതൊക്കെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ കാളം വെച്ചിട്ടുണ്ട്, അതുപോലെ അവിയലുണ്ട്, പപ്പടം, പിന്നെ തയ്യാറാക്കിയ ഇഞ്ചമ്പുളിയും, പിന്നെ നമ്മുടെ അച്ചാറും നമ്മൾ വാങ്ങിച്ചതാണ് അതും കൂടിയുണ്ട്, പിന്നെ പപ്പടം.
അപ്പോൾ ഇത്രയും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാമ്പാർ മെയിനായിട്ട് സദ്യയിൽ വേണ്ട ഒഴിച്ചുകറി സാമ്പാറാണല്ലോ. അങ്ങനെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ നമ്മുടെ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിങ്ക് പാലടപ്രഥമനും ഒരു ഗ്ലാസ് വെള്ളവും റെഡിയാക്കി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അങ്ങനെ അടുത്ത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലെ ചേട്ടൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടേ. ഇവാനിയമോൾ അവളെ കാശ് കൊടുക്കുന്നു കൂട്ടി വെച്ച് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകളാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഐറ്റം ഉണ്ടോ ഞാൻ നോക്കി കേട്ടോ. അതുപോലെ തന്നെ വെച്ചു. പാക്കറ്റിൽ നിന്ന് എടുക്കാനൊന്നും പോയില്ല. പിന്നെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് വേണം തരാൻ എന്ന്. അപ്പോൾ അതൊക്കെ അമ്മ ചെയ്ത് തരണം എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് പേപ്പറൊക്കെ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഈ ഗിഫ്റ്റുകളൊക്കെ തന്നെ പൊതിഞ്ഞ് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. ബർത്ത്ഡേയുടെ അന്നുണ്ടോ ഞാൻ ആ ഗിഫ്റ്റുകൾ പൊതിഞ്ഞതൊക്കെ അവൾക്ക് കാണിച്ച് കൊടുത്തു. അതുപോലെ ഗിഫ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതും ഞാൻ അവൾക്ക് കാണിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കുള്ള ഗിഫ്റ്റുകളാണ്, എന്നാൽ പോലും അത് അവൾക്ക് ഞാൻ കാണിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബർത്ത്ഡേയുടെ അന്ന് പാക്കറ്റ് തുറന്നതിന് ശേഷം കണ്ടാൽ മതി എന്നാണ് വിചാരിച്ചത്. അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് തന്നതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈലൈറ്റ് മാളിലേക്കാണ് അന്ന് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചീനും കൂടി കൂട്ടിയിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടി പോയത്. അങ്ങനെ ഹൈലൈറ്റ് മാളിലൊക്കെ പോയി അതിന് ശേഷം അവൾക്ക് അവിടെ നിന്ന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇനിയമോൾ എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്തിട്ടെന്ന്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞു വാനിയമോളെയാണ് എനിക്കിഷ്ടമെന്ന്. അപ്പോൾ വാനിയമോൾ പറഞ്ഞു അത് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അമ്മ തന്നെ ഗിഫ്റ്റ് പേപ്പറിൽ എന്നെ ഒന്ന് പൊതിഞ്ഞ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനത് സത്യം പറഞ്ഞു കുറച്ച് പേടിച്ച് പോയി എന്ത് മോൾ ഇങ്ങനെ പറയണേന്നൊക്കെ കരുതി. അപ്പം പിന്നെ ചോദിച്ചപ്പോഴാണ് അവൾ പറയുന്നത് നമ്മുടെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചോദിച്ച് പിന്നാലെ നടക്കണേന്നൊക്കെ. അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് അപ്പോഴും ഉത്തരം കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലഡ്ഡു മതി എന്ന് പറഞ്ഞു. അങ്ങനെ ലഡ്ഡു മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു ലഡ്ഡുവിന് എത്ര രൂപയാണ് അവളുടെ കാശ് കൊടുക്കയില്ല കാശും വെച്ച് കാൽക്കുലേറ്ററിൽ അവൾ കുട്ടിയൊക്കെ നോക്കി അമ്മ വരണം എന്നിട്ട് അമ്മ വേണം വാങ്ങിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ലുലു മാളിൽ കയറി അവിടെ ഡെയിലി ലുലു കയറി അവിടെ നമ്മൾ ഈ ഒരു കേക്കാണ് വാങ്ങിച്ചത്. അവൾക്ക് ഇഷ്ടം ഈ ഒരു കേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പീസ് കേക്ക് നമ്മൾ വാങ്ങിച്ചു കേട്ടോ. ഇതെന്തോ സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ളൊരു കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു പീസ് എടുത്ത് ബാക്കി ഞാൻ അവൾക്ക് കൊടുത്തു. കാര്യം എല്ലാം കഴിച്ച് വയറ് നിറച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കേക്ക് കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ എനിക്കായിട്ട് വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റിൻ്റെ ബോക്സ് അവൾക്കാണ് തുറക്കണമെന്നും പറഞ്ഞ് അവൾ എന്നെ തുറക്കണ ഇതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലഡ്ഡാണല്ലോ പറഞ്ഞത്. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു എന്തായാലും ലഡ്ഡു വാങ്ങിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസം മുമ്പ് തന്നെ 5 ലഡ്ഡു വാങ്ങിച്ച് ബോക്സിൽ പാക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ലഡ്ഡൊന്നും വേണ്ട, എനിക്കൊരു വാച്ച് മതി എന്നും പറഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട വാച്ച് നോക്കി ആ ഒരു വാച്ച് ഞാൻ ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ അവളത് എനിക്ക് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. അവളുടെ കാശ് കൊടുക്കില്ല, കാശ് എടുത്തിട്ടാണ് വാച്ച് വാങ്ങിച്ചു തരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ പിന്നെയും വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിച്ചതായിരുന്നു ഈ ഒരു ഹാൻഡ് ബാഗ്. അങ്ങനെ അവളെ കാശ് കൊടുക്കാൻ എത്ര കാശുണ്ട്, ആ കാശിന് എത്ര ഐറ്റം കിട്ടും എന്ന് നോക്കിയിട്ടായിരുന്നു അവൾ ഫ്ലിപ്കാർട്ടിൽ ഓരോ ഐറ്റം എനിക്ക് വാങ്ങിച്ചു തന്നത്. ഈ കൂട്ടത്തിൻ്റെ ഒരു ഡ്രസ്സും കൂടി എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടാത്ത കാരണം കൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. ഈ ബാഗിൻ്റെ കളറും ഇതൊക്കെ സെലക്ട് ചെയ്തത് ഇവള് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിനൊന്നും അധികം റേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയമായപ്പോഴേക്കും കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ 300 രൂപയ്ക്ക് താഴെയാണ് വന്നിട്ടുള്ളത്. വാച്ചിനും ബാഗിനും ഒക്കെ 300 രൂപയ്ക്ക് താഴെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ചെട്ടിനാട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആയിരുന്നു വൈകുന്നേരം നമ്മൾ കഴിച്ചത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.